അത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. അത് വിറ്റാമിൻ ജനങ്ങൾക്ക് നേരിട്ട് എത്താൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. ചങ്കോള ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഈ വിവരം അറിയില്ല കേട്ടോ. നമുക്കെല്ലാവർക്കും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിൽ കിടക്കുന്ന വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള അരിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ റേഷൻ അരി കഴുകുന്ന സമയത്ത് വെള്ള അരി കിടക്കുന്നത് എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ കളയാറാണ് പതിവ് എന്ന് ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനി ഒരിക്കലും നിങ്ങൾ ആ വെള്ള അരി കളയില്ല കേട്ടോ. വെള്ള അരി എന്താണെന്ന് വെച്ചാൽ ഫോർട്ടിഫൈഡ് റൈസ് കേണൽസ് ആണ്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായി വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അഥവാ അയൺ, ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12 ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ വെള്ള അരി കാണപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെള്ള അരി അനീമിയയും പോഷകാഹാരക്കുറവിനെയും തടയാൻ സഹായിക്കുന്നതാണ്. റേഷൻ അരിയിലെ ഓരോ കിലോ അരിയിലും 10 ഗ്രാം വീതമാണ് ഈ വെള്ള അരി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിയും ചോറ്റരിയുമാണ് കേട്ടോ. അപ്പോൾ ഈ 2 അരിയിലും ഈ അരി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരിക്കലും ഈ അരി കളയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റേഷൻ കടയിലെ ബാബു പറയുന്നതൊന്ന് കേട്ട് നോക്കിയാലോ. ഫോർട്ടിഫൈഡ് റൈസ് എന്നാണ് ആ വെള്ള അരിക്ക് പറയുന്നത്. അതായത് സർക്കാർ ഇപ്പോൾ എല്ലാ മട്ട, പുഴുക്ക്, പച്ചയിലുണ്ട്. പച്ചയിൽ നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുഴുക്കരിയിൽ വെള്ളമണി കാണുന്നത് അത് ആർട്ടിഫിഷ്യൽ റൈസാണ്, നെല്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതല്ല. മാറി ആർട്ടിഫിഷ്യലായിട്ട് നെൽമണി രൂപത്തിൽ ആക്കിയിട്ട് ഒരു ചാക്കിന് 1 കിലോ 2 കിലോ വെച്ചിട്ട് ചേർത്ത് ഇടുന്നതാണ്. അത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. അത് വിറ്റാമിൻ ജനങ്ങൾക്ക് നേരിട്ട് എത്താൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിനും ആവശ്യമായ വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള അരി കഴുകുന്ന സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ അറിവില്ലായ്മ കൊണ്ട് ഇനിയും കളയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.